വെക്കാം. ഓക്കെ ആണല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഇ-വേസുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആഹാരവും പോഷണവും അതിലെ പോഷക ഘടകങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കേട്ടറ്റ് പരീക്ഷയ്ക്ക്, കഴിഞ്ഞ കേട്ടറ്റ് ലാസ്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുള്ള കേട്ടറ്റ് പരീക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ പോഷക ഘടകങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വന്നിരുന്നത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എപ്പോഴും നമുക്ക് ഇ-വേസിൽ നമുക്ക് പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഏത്, പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആഹാരങ്ങളിലൂടെ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും, ശരീരത്തിലുമായി ബന്ധപ്പെട്ട് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത്, പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള പോഷക ഘടകങ്ങളുണ്ട്. ഓക്കെ, വിവിധ തരത്തിൽ എന്ന് പറയുമ്പോൾ പോഷകങ്ങൾ പ്രധാനമായിട്ടും ധാന്യകം, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ധാന്യകമുണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ ഫാറ്റ്, കൊഴുപ്പുണ്ട്, വിറ്റാമിൻസ് ഉണ്ട്, അതേപോലെ തന്നെ ധാതുക്കളുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പോഷക ഘടകങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആഹാരത്തിലൂടെ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഈ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ പോഷക ഘടകങ്ങൾക്ക് എന്തുണ്ട്, വിവിധ തരത്തിലുള്ള ധർമ്മങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ആഹാര ഘടകങ്ങൾക്ക് അതിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ഈ പോഷക ഘടകങ്ങൾക്കുള്ള ധർമ്മവും, അതേപോലെ തന്നെ ആ ഒരു പോഷക ഘടകങ്ങളുടെ അപര്യാപ്ത രോഗങ്ങളും, അതായത് ആ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് കുറവ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത്, അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അപര്യാപ്ത രോഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കണം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് പോഷക ഘടകങ്ങൾ, അതിന്റെ ധർമ്മം, ആ ഘടകങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ ആ ഘടകങ്ങളുടെ അപര്യാപ്ത രോഗം അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അതായിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് പോഷക ഘടകങ്ങളെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോഷണത്തെ കുറിച്ചുള്ള പഠനം, ഈ പോഷക ഘടകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ഏത്, ട്രോഫോളജി എന്ന് പറയുന്നത്. പല പഠനശാഖകളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽപ്പെട്ട ഒരു പഠനശാഖയാണ് ഏത്, ട്രോഫോളജി എന്ന് പറയുന്നത്. എന്താണ് ട്രോഫോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോഷണത്തെ കുറിച്ചുള്ള പഠനത്തെയാണെന്ന് പറയുന്നത് ട്രോഫോളജി എന്ന് പറയുന്നത്. അത്ര ഇമ്പോർട്ടന്റ് ഒന്നും ഇല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പോഷണത്തെ കുറിച്ചുള്ള പഠനശാഖക്കാണ് എന്ത് പറയുന്നത്, ട്രോഫോളജി. ഇനി നേരത്തെ പറഞ്ഞ പോലെ പോഷകഘടകങ്ങളുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്, പോഷക അപര്യാപ്ത രോഗങ്ങൾ. അതായത് ആ ഒരു ഘടകം നമ്മുടെ ശരീരത്തിലേക്ക് എത്താത്തത് മൂലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന രോഗത്തെയാണ് എന്ത് പറയുന്നത്, അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്. എപ്പോഴും കേട്ടറ്റ് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ പോഷക ഘടകങ്ങളെ കുറിച്ചും പറയും. ആ പോഷക ഘടകങ്ങൾ എന്തിനാണുള്ളതും ആ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തം മൂലം എന്ത് രോഗമാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരാം. പോഷക ഘടകങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട പോഷക ഘടകങ്ങളാണ് ഏത്, ഒന്ന് ധാന്യകം. ധാന്യകം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലൂടെ, പ്രധാനമായിട്ടും അരിയാഹാരങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഏത്, ധാന്യകം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോഷക ഘടകമാണ് ഏത്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മാംസ്യം പ്രധാനമായിട്ടും മത്സ്യം, അതേപോലെ തന്നെ മാംസാഹാരത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഏത്, മാംസ്യം എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊഴുപ്പ്, ഫാറ്റ് എന്ന് പറയുന്ന പോഷക ഘടകമാണ്. കൊഴുപ്പ് പ്രധാനമായിട്ടും എണ്ണ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇത് ഫാറ്റ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻസ്, ഓക്കെ, വൈറ്റമിൻസ് ജീവകങ്ങൾ എന്ന് പറയും. പ്രധാനമായിട്ടും പച്ചക്കറികളിലൂടെയും പഴങ്ങളിലൂടെയും എത്തിപ്പെടുന്നതാണ് ഇത് വൈറ്റമിൻസ്. അതേപോലെ തന്നെ ധാതുക്കൾ, മിനറൽസ് എന്ന് പറയുന്നത്, വിവിധ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്. അതും എന്ത് തന്നെയാണ്, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, എത്തിപ്പെടുന്നതാണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മറ്റൊരു പോഷക ഘടകമാണ് ഏത്, ജലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ഘടകമാണ് ഏത്, നാരുകള്. ഈ ജലവും നാരുകളും, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. ധാന്യകം, മാംസ്യം, കൊഴുപ്പ്, ജീവകങ്ങള്, ധാതുക്കള്, ജലം. ഇത് ഓരോന്നും എന്തിനാ എന്നുള്ളതും ഇതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും ഒക്കെ വിശദമായിട്ട് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോഷക ഘടകങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ പോഷണത്തെ കുറിച്ചുള്ള പഠനമാണ് ഏത്,
ട്രോഫോളജി എന്ന് പറയുന്നത്. ഈ പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാന്യകത്തെ കുറിച്ചാണ്. ഇനി ഓരോ പോഷകഘടകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യും നമ്മൾ പഠിക്കും. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാന്യകം. ഓക്കെ, ധാന്യകമാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ധാന്യകം എന്ന് പറയുന്ന പോഷക ഘടകം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം, ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന പോഷക ഘടകത്തെയാണെന്ന് പറയുന്നത് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന പോഷക ഘടകമാണ് ഏത്? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഓരോ പോഷക ഘടകങ്ങളും അതിന്റെ ധർമ്മങ്ങളുമാണ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പൊ ധാന്യകം എന്ന് പറയുന്ന പോഷക ഘടകത്തിന്റെ ധർമ്മം നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഊർജം നൽകുന്ന പോഷക ഘടകമായതുകൊണ്ട് തന്നെ ഈ ധാന്യകത്തെ എന്ത് വിശേഷിപ്പിക്കുന്നുണ്ട്? ഊർജദായകർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കും, ഊർജദായകർ, ഓക്കെ, ഊർജം നൽകുന്ന ആൾ, ഊർജദായകർ എന്ന് വിശേഷിപ്പിക്കുന്ന പോഷക ഘടകം ഏത്? അതിന് ഊർജദായകർ എന്ന് വിശേഷിപ്പിക്കുന്ന പോഷക ഘടകമാണ് ഏത്? ധാന്യകം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഊർജം നൽകുന്നു എന്നുള്ളതാണ്. ഊർജം നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന പോഷക ഘടകമാണ് ഏത്? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഈ ശരീര ഊർജദായകർ എന്ന് വിശേഷിപ്പിക്കുന്ന പോഷക ഘടകം കൂടിയാണ് ആര്? ധാന്യകം. ഇനി ധാന്യകത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, അതായത് ഈ ധാന്യകം എന്ന് പറയുന്ന ഈ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഏത്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, അത് ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഈ മൂന്ന് മൂലകങ്ങൾ കൂടിയതാണ് ഏത്? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഈ മൂന്ന് ഘടകങ്ങൾ കൂടിയതാണ് ഏത്? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ വിവിധ രൂപങ്ങളാണ് ഏത്? അന്നജം. അന്നജം എന്ന് പറയുന്നത്, പഞ്ചസാര എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, ഇതൊക്കെ എന്താണ്? ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഇത് അത്ര ഡീപ്പായിട്ട് പഠിച്ചു വെക്കണ്ട കേട്ടോ. ഓക്കെ, ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഏത്? ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്. ഇതൊക്കെ ധാന്യങ്ങളാണ്. നമ്മൾ വിവിധ രീതിയിൽ, വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ധാന്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നമ്മൾ ഇവിടെ ആകെ അറിഞ്ഞിരിക്കേണ്ടത് ഈ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, ഭക്ഷണ പദാർത്ഥങ്ങളിലും മറ്റും അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്? അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാറുണ്ട്. അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അയഡിൻ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബെനഡിക്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഓക്കെ, അന്നജം എന്ന് പറയുന്നതും പഞ്ചസാര എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്ന എന്താണ്? വിവിധ ധാന്യകത്തിന്റെ രൂപങ്ങളാണ്. അതിൽ അന്നജം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് ആണ് ഇത്. ആഹാര പദാർത്ഥങ്ങളിലെ അന്നജം കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റും, അതേപോലെ തന്നെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഇത്? ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിഞ്ഞിരിക്കേണ്ടത്, ധാന്യകവുമായി അറിഞ്ഞിരിക്കേണ്ടത്. എന്തൊക്കെയാണ് ധാന്യകം? ധാന്യകത്തിന്റെ ധർമ്മം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഊർജം, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന പോഷക
ധാന്യകം എന്ന് പറയുന്നത്. ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഈ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഏത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അതിൽ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്? അയഡിൻ ടെസ്റ്റും. ഇനി ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്? ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയും അറിഞ്ഞിരിക്കേണ്ടത് ധാന്യകം എന്ന് പറയുന്ന പോഷക ഘടകത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പോഷക ഘടകമാണ്. ഇത് കുറച്ച് പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് പോഷക ഘടകങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദ്യം വരാം. അങ്ങനെ വന്ന എക്സാമും ഉണ്ട് കേട്ടോ. അതായത് അപര്യാപ്ത രോഗം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യവും പിന്നെ ഈ പോഷക ഘടകങ്ങളിൽ നിന്ന് മറ്റൊരു ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത പോഷക ഘടകമാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. മാംസ്യം. ഓക്കെ, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീന്റെ ധർമ്മം എന്ന് പറയുന്നത് ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത്? പ്രോട്ടീൻ. ശരീര നിർമ്മിതിക്ക്, നമ്മുടെ ശരീരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാംസ്യം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. എന്നാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന പോഷക ഘടകം ഏതെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, മാറ്റം മനസ്സിലാക്കി വെക്കുക. കാർബോഹൈഡ്രേറ്റ് ഊർജം നൽകുമ്പോൾ മാംസ്യം ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീനെ ബോഡി ബിൽഡർ എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ബോഡി ബിൽഡർ എന്ന് പ്രോട്ടീനെ എന്ത് വിശേഷിപ്പിക്കുന്ന പോഷക ഘടകം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെന്ന് പറയാം? പ്രോട്ടീൻ ആണ് എന്ത്? ബോഡി ബിൽഡർ. അതായത് നമ്മൾ ശരീരം നിർമ്മിക്കുന്ന ആളല്ല, അതുകൊണ്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ ബോഡി ബിൽഡർ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരീര നിർമ്മാണം എന്ന് പറയുമ്പോൾ ശരീരത്തിലെ കോശങ്ങള്, അതേപോലെ തന്നെ മുടി, നമ്മുടെ മുടി, ദഹന രസങ്ങൾ, അതിന് വിവിധ ഭാഗങ്ങള്, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങള്, മുടി വരുന്നുണ്ട്, കോശങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ദഹന പോഷകഘടകം ഏതാണ്? പ്രോട്ടീൻ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അതായത് നമ്മൾ പ്രധാനപ്പെട്ട സ്കിന്ന്, അതേപോലെ തന്നെ പേശികള്, മുടി, അങ്ങനെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്ന പോഷകഘടകമാണ് ഏത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ഉപയോഗിച്ചിട്ടായിരുന്നോ? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഓക്കെ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഉപയോഗിച്ചിട്ടായിരുന്നു ഏത് നിർമ്മിച്ചിരുന്നത്? നേരത്തെ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്, പ്രോട്ടീനിലെ ഘടകങ്ങൾ ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അത് 3 ഇവിടെയുമുണ്ട്. കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിട്ടുള്ള ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നിവ ഉപയോഗിച്ചിട്ട് തന്നെയാണ് പ്രോട്ടീനും നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൂടി ഉണ്ട്? അതിനോട് കൂടെ നൈട്രജനും സൾഫറും. ഓക്കെ, നൈട്രജനും സൾഫറും കൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രോട്ടീന് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, അതേപോലെ തന്നെ നൈട്രജൻ, സൾഫർ. പ്രോട്ടീനിലെ മാംസ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെ ഘടകങ്ങളുണ്ട്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഇത്രയും ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആസിഡ് ആണ് ഏത്? നൈട്രിക് ആസിഡ്. മൂന്നാമത്തെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ആസിഡ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ മാംസ്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാംസത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓരോ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ടത് ധർമ്മമാണ് എന്ത്? ശരീര നിർമ്മാണത്തിനും
വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്? സോറി, ടെസ്റ്റ് അല്ല, ആസിഡ് ആണ്, നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീന്റെ അഭാവം മൂലം, ഈ പ്രോട്ടീന്റെ അഭാവം എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിന്റെ 20% എന്താണ്? പ്രോട്ടീൻ ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, ഈ കണക്ക് കിട്ടാം. ഒരു വ്യക്തിയുടെ, ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളുടെ ശരീരഭാരത്തിന്റെ 20% എന്ത് തന്നെയാണ്? പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോൾ ചോദ്യം വരാം. 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയിലെ പ്രോട്ടീന്റെ അളവ് എത്ര? ഒരു മിനിറ്റ്. ഈ ഒരു കണക്ക് ഓർമ്മയിൽ വെച്ചോളാം. അതായത് 20% എന്താണ്? ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന്റെ 20% ആര് തന്നെയാണ്? പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ മാംസ്യമാണ്. അപ്പൊ ഇത് വെച്ചൊരു ചോദ്യം വരാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം, 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ പ്രോട്ടീന്റെ അളവ് എത്ര? ഓക്കെ, 60 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ പ്രോട്ടീന്റെ, മാംസത്തിന്റെ അളവ് എത്ര എന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? ഒന്ന് ചെയ്ത് നോക്കിക്കാണ്ട് കണ്ടെത്തിക്കോളൂ. എത്ര വരും? 12 കിലോഗ്രാം. അദ്ദേഹത്തിന്റെ ശരീരത്തിന് 60 കിലോഗ്രാമിൽ 12 കിലോഗ്രാം എന്തായിരിക്കും? പ്രോട്ടീൻ ആയിരിക്കും. എങ്ങനെ കണ്ടെത്തും? 60 × 20% അല്ലേ? അപ്പൊ 60 × 20/100. ഈ 100 സ്ഥിരമായിരിക്കും. 20/100 ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ, 0 വെട്ടാം, ഈ 0 വെട്ടാം. 6 × 2 12. 12 കിലോഗ്രാം എന്തായിരിക്കും?
പ്രോട്ടീൻ ആയിരിക്കും, മാംസമായിരിക്കും. അപ്പൊ ഈ രീതിയിൽ കണക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ 20%, അപ്പൊ 20% കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഞാൻ 60 അല്ല വേറെ ഏതെങ്കിലും കിലോഗ്രാം ആണെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി? ഇൻറ്റു 20/100 ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ 20%, ഒരു വ്യക്തിയുടെ 20% പ്രോട്ടീൻ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. അപ്പൊ തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോട്ടീൻ ആണ്. അപ്പൊ പ്രോട്ടീൻ 20% എന്ത് തന്നെയാണ്? പ്രോട്ടീൻ ആണ്. അങ്ങനെ ആ പ്രോട്ടീന്റെ അഭാവം മൂലം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ശരീരത്തിലേക്ക് എത്താതിരിക്കുന്ന സമയത്ത്, എത്തിപ്പെടുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് ഏത്? കോശിയോർക്കർ, അതേപോലെ തന്നെ മരാസ്മസ്. 2 രോഗങ്ങളാണ്. ചോദിക്കാം, എപ്പോഴും കോശിയോർക്കർ ഒക്കെ ചോദിക്കാറുണ്ട്. കോശിയോർക്കർ ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത രോഗമാണ് എന്ന രീതിയിൽ ചോദ്യം വരും. അപ്പൊ കോശിയോർക്കറും അതേപോലെ തന്നെ ആരും മരാസ്മസ് എന്ന് പറയുന്ന രോഗവും എന്തിൻ്റെതാണ്? മാംസത്തിന്റെ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ കോശിയോർക്കർ മനസ്സിലാക്കി വെക്കുക, മരാസ്മസ് മനസ്സിലാക്കി വെക്കുക. 20% നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എത്താതിരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന രോഗങ്ങളാണ് ഏത്? കോശിയോർക്കറും മരാസ്മസും. നമ്മുടെ ശരീരം കുഴഞ്ഞുവിട്ട്, അതായത് വളർച്ചയൊന്നും ഇല്ലാതെ വയർ മാത്രം ഒന്ന് എന്ത് ചെയ്യും? ചാടും. ബാക്കി ഭാഗം കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് വളരെ തെറിച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക തരം ഒരു രോഗാവസ്ഥയാണ് ഏത്? ഈ കോശിയോർക്കറും മരാസ്മസും രണ്ടും. ഈ മരാസ്മസിന് എന്ത് പറയാറുണ്ട്? പട്ടിണിയുടെ രോഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു രോഗമാണ് ഏത്? മരാസ്മസ്. പട്ടിണിയുടെ രോഗം. ഇതൊന്നും ചോദിക്കില്ല, വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ശരീരത്തിന്റെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് ഏത്? പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് പറയുന്നത്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നത് കൊണ്ട് തന്നെ ബോഡി ബിൽഡർ എന്ന് വിശേഷിപ്പിക്കുന്നു. അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഇത്രയും ഘടകങ്ങൾ അടങ്ങിയതാണ് ഏത്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ആസിഡ് ആണ് ഏത്? നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോശിയോർക്കറും മരാസ്മസും. പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിന്റെ 20% എന്ത് തന്നെയാണ്? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സാധാരണ കൂടുതലായിട്ട് മാംസം, അതേപോലെ തന്നെ മത്സ്യം, അതേപോലെ തന്നെ നിലക്കടല, കടല, ചെറുപയറ്, ഇത്തരത്തിലുള്ള വസ്തുക്കളിലേക്കാണ് കൂടുതലായിട്ട് എന്ത് അടങ്ങിയിട്ടുള്ളത്? പ്രോട്ടീന് അടങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പയറിലൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുപയറില് പ്രോട്ടീൻ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് എന്തായിരുന്നു? ചോറിനോട് കൂടെ കുട്ടികൾക്ക് എന്ത് മാത്രമായിരുന്നു? ചെറുപയർ മാത്രമായിരുന്നു. അതെന്താണ്? കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പണ്ട് അങ്ങനെയല്ലായിരുന്നു, ചോറും ചെറുപയറും. ഓക്കെ, ഇപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വന്നു. പണ്ട് കുട്ടികൾക്ക് ചെറുപയറായിരുന്നു. അത് കാരണം കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഒരു ഘടകമാണ് ചെറുപയർ എന്ന് പറയുന്നത്. അതുകൊണ്ടായിരുന്നു എന്ത്? ചെറുപയർ കൂടുതലായിട്ട് കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഈ മാംസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് കൊഴുപ്പ്. ഓക്കെ, കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പിനെ കുറിച്ച് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഫാറ്റ് കേട്ടോ. ഓക്കെ, കൊഴുപ്പിന് കൊളസ്ട്രോൾ എന്നല്ല കേട്ടോ പറയാ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. യഥാർത്ഥത്തിൽ കൊഴുപ്പിന് നമ്മൾ എന്താ പറയാ? ഫാറ്റ് എന്നാണ് കേട്ടോ പറയാ. അങ്ങനെ ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നുണ്ട്. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഊർജം നൽകുകയും അതിനോട് കൂടെ, അതാണ് മനസ്സിലാക്കേണ്ടത്, ഊർജം പ്രദാനം ചെയ്യുകയും ചില വിറ്റാമിനുകളെ ലയിപ്പിക്കുകയും ചെയ്യുന്ന പോഷക ഘടകമാണ് ഏത്? ഫാറ്റ്. അങ്ങനെ പഠിച്ചു വെക്കണം. അതായത് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിറ്റാമിൻസിനെ കുറിച്ചാണ്. വിവിധ തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട്. അതിൽ ചില വൈറ്റമിൻസ് എന്തിലത് ലയിക്കുള്ളൂ? കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കൊഴുപ്പിന്റെ ഒരു ധർമ്മമാണ് എന്ത്? ഊർജം പ്രദാനം ചെയ്യുകയും വിറ്റാമിനുകളെ ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? കൊഴുപ്പിന്റെ അല്ലെങ്കിൽ ഫാറ്റിന്റെ ധർമ്മം എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി ഈ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൽ അടങ്ങിയ അതേ ഘടകങ്ങൾ, മാറ്റൊന്നുമില്ല. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ആണ് ഏതിലും അടങ്ങിയിട്ടുള്ളത്? ഫാറ്റിൽ അടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ പ്ലസ് നൈട്രജനും സൾഫറും. മറക്കരുത്, നൈട്രജനും സൾഫറും കൂടി കൂടുമ്പോൾ അതെന്തായി? മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആയി. എന്നാൽ ഫസ്റ്റ് പറഞ്ഞ കാർബോഹൈഡ്രേറ്റിലും ഇപ്പോൾ പറഞ്ഞ ഫാറ്റിലും പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഈ മൂന്ന് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ. ഈ കൊഴുപ്പിന്റെ ഒരു രൂപമാണ് ഇത് നമ്മൾ പറയാറുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എന്താണ്? കൊഴുപ്പിന്റെ തന്നെ, നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ തന്നെ ഒരു രൂപമാണ് ഇത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഒരു നോർമൽ കൊളസ്ട്രോളിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട്, കൊളസ്ട്രോൾ ഒരു രോഗമായിട്ട് പറയാറുണ്ട്. ഈ നോർമൽ അവസ്ഥ, കൊളസ്ട്രോളിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര വരെയാണ്? 200 mg/dL ആണ്. 200 mg/dL ആണ് എന്ത്? കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത്. 200-ൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? കൊളസ്ട്രോൾ കൂടാൻ പാടില്ല. ഏത് വരെ പാടുള്ളൂ? 200 വരെ നോർമൽ ആയിട്ട് പാടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാറ്റിനെ കുറിച്ചാണ്. എങ്ങനെ? 220 അല്ലേ അതിന്റെ അളവ്? 220 അല്ല, 200 ആട്ടെ. SCRT ടെക്സ്റ്റ് ബുക്കിൽ 200 ആണ്. ഓക്കെ. അത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ കേസിൽ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ബ്ലഡ് ഷുഗർ, നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 70/110 ആണ്. എന്നാൽ നമ്മുടെ സാധാരണ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഹോസ്പിറ്റൽ കേസിൽ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, 80/120 എന്നൊക്കെ കാണാറുണ്ടാവും. ഓക്കെ. അതല്ല, നമ്മുടെ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയാണ്? 70/110 എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ. അപ്പൊ കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 200 mg/dL ആണ് എന്നുള്ളത് ഞാൻ പഠിച്ചു വെക്കുക. ഓക്കെ. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ചീത്ത കൊളസ്ട്രോള്, അതേപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയാറുണ്ട്. HDL അതേപോലെ തന്നെ LDL എന്നൊക്കെ പറഞ്ഞിട്ട് വേർതിരിക്കാറുണ്ട്. അതൊന്നും നമുക്ക് തൽക്കാലം എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഈ കൊളസ്ട്രോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൊളസ്ട്രോള് അമിതമായിട്ടുണ്ടെങ്കിൽ, അതിൽ 200-ൽ കൂടുതലായിട്ട്, ആവശ്യത്തിൽ കൂടുതലായിട്ട് ഈ കൊളസ്ട്രോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ കൊളസ്ട്രോളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരം സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ ആഹാരങ്ങളിലൂടെ, ഭക്ഷണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രോള് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത കൂടാണ്. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഈ രക്തത്തിന്റെ ഒഴുക്കിനെ എന്ത് ചെയ്യും, ബാധിക്കുകയും അത് ഹൃദയ രോഗങ്ങൾക്കൊക്കെ, ഓക്കെ, അത് ഹൃദയ രോഗങ്ങൾക്കും അതേപോലെ തന്നെ മറ്റു ഗുരുതര രോഗങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് എന്ത് ചെയ്യും, കാരണമാകും. ഇത് കൂടാനുള്ള സാധ്യത എന്താണ്? നോർമലി നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ ആഹാരത്തിലൂടെ അധികമായിട്ട് ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രോള് ശരീരത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കൂടാനുള്ള സാധ്യത കൂടുന്നത് ട്ടാ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി. കൊളസ്ട്രോൾ എന്നല്ല, കൊഴുപ്പ്, ഫാറ്റിനെ കുറിച്ചാണ്. കൊഴുപ്പിന്റെ തന്നെ ഒരു രൂപമാണ് ഏത്, കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എന്താണ് ധർമ്മം? ഊർജം പ്രദാനം ചെയ്യുകയും ചില വൈറ്റമിൻസുകളെ ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആരുടെ ധർമ്മം? കൊഴുപ്പിന്റെ ധർമ്മം. ഈ കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ആണ്. കൊഴുപ്പിന്റെ മറ്റൊരു രൂപമാണ് ഏത്, കൊളസ്ട്രോള്. കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 200 mg/dL. 200 വരെയാണ് കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് ഷുഗറിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 70 മുതൽ 110 mg/dL ആണ്. ഇനി നിങ്ങളൊരു പ്രമേയ രോഗി ആവണമെങ്കിൽ അത് ഏത് വരെ ആവണം? 126 mg/dL വരെ എത്തണം. അതായത് നോർമൽ അളവ് ബ്ലഡ് ഷുഗറിന്റെ 70/110 ആണെങ്കിലും നിങ്ങൾക്കൊരു പ്രമേയ രോഗി എന്നുള്ള ഒരു മുദ്ര, ആ ഒരു ഡോക്ടർ നിങ്ങളൊരു പ്രമേയ രോഗിയാണെന്ന് ഉറപ്പിക്കുന്നത് എവിടെ വരെ എത്തുമ്പോഴാണ്? 126 mg/dL എത്തിയാൽ മാത്രമേ നിങ്ങൾ ഒരു പ്രമേയ രോഗി എന്ന് പറയുകയുള്ളൂ. ഓക്കെ. അതുവരെ എന്താണ്, നമ്മൾ സംഗതി കൂടുതലാണ്, 110-ന് മുകളിലാണെങ്കിൽ, അത് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു രോഗം എന്ത് ചെയ്യുന്നില്ല, സ്ഥിരീകരിക്കപ്പെടുന്നില്ല. ഓക്കെ.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? അപ്പൊ ഈ 3 പോഷകഘടകങ്ങളെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഊർജം നൽകുന്ന പോഷക ഘടകമാണ്. രണ്ടാമത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു. മാംസ്യത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷക ഘടകമാണ് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിന്റെ ധർമ്മം എന്താണ്? ഊർജം നൽകുകയും നമുക്ക് ഊർജം നൽകുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ചില വൈറ്റമിൻസുകളെ ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ധർമ്മമാണ് ആർക്ക്? കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിനുള്ളത്. ഈ 3 പോഷക ഘടകങ്ങളും എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തൊരു ഘടകമാണ് വൈറ്റമിൻസ്. ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുള്ള ഒരു ഘടകമാണ് ജീവകങ്ങൾ അല്ലെങ്കിൽ വൈറ്റമിൻസ് എന്ന് പറയുന്നത്, വിറ്റാമിൻസ്. ഓക്കെ, വൈറ്റമിൻസ് അല്ലെങ്കിൽ ജീവകങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാർബോണിക സംയുക്തമാണ് ആര്? വൈറ്റമിൻസ്. അതായത് വിവിധ പരിപാടികൾക്ക് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? വൈറ്റമിൻസ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഓരോ വിറ്റാമിൻസിന്റെ ധർമ്മം പഠിക്കണം. വൈറ്റമിൻസിന്റെ പൊതുവായിട്ട് എന്ത് പറയാറുണ്ട്? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുക, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? വൈറ്റമിൻസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്ന് എന്തൊക്കെയാണ് ആ സഹായങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ വൈറ്റമിൻസ് ഇതൊരു ചോദ്യമാണ്, കേട്ട എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വിറ്റാമിനുകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പ്രധാനമായിട്ടും അത് ലയിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വൈറ്റമിൻസിനെ പ്രധാനമായിട്ടും 2 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ആ 2 രീതിയിലുള്ള തരംതിരിവ്? നമ്മൾ നേരത്തെ പറഞ്ഞു കൊഴുപ്പിൽ എന്ത് ചെയ്യാറുണ്ട്? വൈറ്റമിൻസ് ലയിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസുകൾ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ. എ, ഡി, കെ, അടക്ക് എന്നൊക്കെ പറയാറുണ്ട്. അടക്ക് എന്ന് പറയുമ്പോ എ, ഡി, ഇ, കെ. അല്ലെങ്കിൽ കൊഴുപ്പ് എന്താ? കേട. ഇതൊരു കോഡായിട്ട് പറയുന്നതാണ്. കേട. കൊഴുപ്പ് എന്താണ്? കേട. വിറ്റാമിൻ കെ, ഇ, ഡി, എ. എങ്ങനെ പഠിച്ചാലും ക്രമം വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്? എ, ഡി, കെ. എ, ഡി, കെ, അടക്ക്. എ, ഡി, ഇ, കെ. ഇതാണ് ഇത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഇനി ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഇത്? ബി, സി, WBC എന്ന് പറയാറുണ്ട്. WBC. WBC എന്ന് പറയുമ്പോൾ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത്? എന്നിട്ട് എ, ഡി, ഇ ഉണ്ടാവും, ചിലപ്പോൾ സി ആയിരിക്കും, ബി ആയിരിക്കും, ഇതിലേതിലൊക്കെ തരും. ഇപ്പൊ വിറ്റാമിനുകളെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഉണ്ട്, അത് ആരൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഇനി ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഏത്? വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വിറ്റാമിനുകളെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നത്? തരം തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമ്മുടെ വിറ്റാമിനുകൾ എന്ന് പറയുന്നത് എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഇത് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻസ് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിന്, മറ്റൊന്ന് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ഏത്? ബിയും സിയും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഓരോ വിറ്റാമിനും എന്തിനാന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധർമ്മവും അതിന്റെ അപര്യാപ്ത രോഗങ്ങളും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന ഓരോ വിറ്റാമിനുകളാണ് കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ഫസ്റ്റ് പതിക്കാൻ പോകുന്ന വിറ്റാമിൻ, അത് ക്രമമൊന്നുമില്ല കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എ, ഡി, ഇ, കെ, ക്രമമൊന്നുമില്ല, എങ്ങനെയായാലും അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ രാസനാമം പഠിച്ചു വെച്ചോളൂ, ഇനി ചോദ്യം വരാം. വൈറ്റമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത് എന്താണ്? റെറ്റിനോൾ. ഓക്കെ, റെറ്റിന എന്ന് പറയുന്നത് എന്താണ്? കണ്ണിൽ പ്രതിബിംബം പതിക്കുന്ന ഒരു ഭാഗമാണ് ഇത്
റെറ്റിന എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത് വൈറ്റമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത് റെറ്റിനോൾ. ഓക്കെ, റെറ്റിനോൾ ആണ് ഇത് വിറ്റാമിൻ എയുടെ രാസനാമം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കണ്ണ്, ത്വക്ക്, മുടി. പ്രധാനമായിട്ടും എന്തിനാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കണ്ണിന്റെയും ത്വക്കിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ആര് സഹായിക്കുന്നുണ്ട്? വിറ്റാമിൻ എ സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. പ്രധാനമായിട്ടും ഇലക്കറികളിലും പാല്, ക്യാരറ്റ് എന്നിവയിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ എ ആണ്. ഓക്കെ, വിറ്റാമിൻ എ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്യാരറ്റ്, പ്രധാനമായിട്ട് ക്യാരറ്റ്, അതേപോലെ തന്നെ പാല്, ഇലക്കറികള്, പിന്നെ മത്സ്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെ മുട്ട, ഇതിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അറിഞ്ഞിരിക്കാന്നേ ഉള്ളൂ. അങ്ങനെ ഡീപ്പായിട്ട് എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. പ്രധാനമായിട്ടും ധർമ്മവും അപര്യാപ്ത രോഗവും അതിനോട് കൂടെ എന്തുകൂടെ ചേർത്ത് പഠിക്കുക? അതിന്റെ രാസനാമം കൂടി പഠിക്കുക. ഇപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം പറഞ്ഞു റെറ്റിനോൾ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇലക്കറികള്, പാല്, ക്യാരറ്റില് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? വിറ്റാമിൻ എ കാണപ്പെടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, വിറ്റാമിൻ എയുടെ അപര്യാപ്ത രോഗം. വിറ്റാമിൻ എയുടെ അപര്യാപ്ത കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏത്? സിറോഫ്താൽമിയ, അതേപോലെ തന്നെ നിശാന്തത. സിറോഫ്താൽമിയ അതേപോലെ തന്നെ നിശാന്തത രണ്ടും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. കണ്ണിനെ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ആര്? റെറ്റിനോൾ അല്ലെങ്കിൽ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ എയുടെ കുറവ് മൂലം എന്തിനെ തന്നെയാണ് ബാധിക്കുന്നത്? സിറോഫ്താൽമിയയും നിശാന്തതയും എന്തിനെ തന്നെയാണ് ബാധിക്കുന്നത്? നമ്മുടെ കണ്ണിനെ തന്നെയാണ് ബാധിക്കുന്നത്. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് കണ്ണ് വരണ്ടിട്ട് നമ്മുടെ കണ്ണ് വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ. നിശാന്തത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇത് നിശാന്തത. രണ്ടും കാഴ്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന രോഗങ്ങളാണ്. അത്ര ഓർത്താൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. സിറോഫ്താൽമിയ, നിശാന്തത രണ്ടും കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. അത് നമുക്ക് കണ്ണ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്താണ് രോഗാവസ്ഥ, എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നൊക്കെ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മാത്രം പഠിച്ചാൽ മതി, വിറ്റാമിൻ എയുടെ അപര്യാപ്ത കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏത്? സിറോഫ്താൽമിയയും അതേപോലെ തന്നെ നിശാന്തതയും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വിറ്റാമിൻ എയെ കുറിച്ച് പഠിക്കേണ്ടത്. വിറ്റാമിൻ എ, റെറ്റിനോൾ, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഇത് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. ഇലക്കറികള്, പാല്, ക്യാരറ്റിന്റെ ഓറഞ്ച് നിറം ഒക്കെ എന്താണ്? ഈ വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ധാരാളമായി കാണപ്പെടുന്ന ഘടകമാണ് വിറ്റാമിൻ എ. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് ഏത്? സിറോഫ്താൽമിയ അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പൊ വിറ്റാമിൻ എ, പിന്നെ വിറ്റാമിൻ ഏതായിരുന്നു പറഞ്ഞത്? ഡി. കൊഴുപ്പിൽ ലയിക്കുന്ന മറ്റൊരു വിറ്റാമിൻ ആണത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ രാസനാമം വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ. എന്താണ്? കാൽസിഫെറോൾ. വിറ്റാമിൻ എ എന്താണ്? റെറ്റിനോൾ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ്, അല്ലെ അറിയപ്പെടില്ല, രാസനാമം റെറ്റിനോൾ ആണ് ആരുടേത്? വിറ്റാമിൻ എയുടേത്. ഇപ്പോൾ പറഞ്ഞത് കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്ന് പറയുന്നത് ഏതിന്റെ ആണ്? വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് ഇത് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിറ്റാമിൻ ഡിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ശരീരം സ്വയം നിർമ്മിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ശരീരം സ്വയം നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. നമ്മൾ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ചെറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ഇളം വെയിൽ കൊള്ളിക്കണം എന്ന് പറയാറുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരൊക്കെ എന്ത് ചെയ്യണം? ചെറിയൊരു ഇളം വെയിൽ കൊള്ളണം. ഈ ഇളം വെയിൽ കൊള്ളണം എന്ന് പറയേണ്ടത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഈ വെയിലിലൂടെ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ചില ആഹാരങ്ങളിലും എന്തുണ്ട്? ഈ വിറ്റാമിൻ ഡി ഉണ്ട്. എങ്കിലും പ്രധാനമായിട്ടും ഈ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വൈറ്റമിൻ ഡി എത്തുന്നത്. അതിന് സൂര്യപ്രകാശത്തിലൂടെ എത്തുന്ന വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ ഡി എന്ത് വിശേഷിപ്പിക്കാറുണ്ട്? സൺഷൈൻ വൈറ്റമിൻ എന്ന്.
ഓക്കെ, സൺഷൈൻ വിറ്റാമിൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിറ്റാമിൻ ഡി ആണ്. കാരണം എന്താണ്? സൺഷൈൻ വിറ്റാമിൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? നമ്മുടെ സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ശരീരം സ്വയം നിർമ്മിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലൂടെ മാത്രമല്ല കേട്ടോ, ആഴത്തിലൂടെയും ചെറിയ തോതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റാമിൻ ഡി എത്തുന്നുണ്ട്. പിന്നെ നമ്മള് ഈ മരുന്നായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിറ്റാമിൻ ഡി ഒക്കെ കഴിക്കും. വിറ്റാമിൻ ഡി എന്നല്ല, ഇതിൽ ഏതെങ്കിലും വിറ്റാമിൻ കുറവ് മൂലം ഭക്ഷണത്തിലൂടെ ഒന്നും ഇത് എത്താത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? വൈറ്റമിൻ നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നൽകാറുണ്ട്, ഡോക്ടേഴ്സ് നൽകാറുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പൊ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് രാസനാമം കാൽസിഫെറോൾ. സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ശരീരം സ്വയം നിർമ്മിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വിറ്റാമിൻ ഡി. അതുകൊണ്ട് തന്നെ എന്ത് വിശേഷിപ്പിക്കുന്നുണ്ട്? സൺഷൈൻ വിറ്റാമിൻ എന്ന് വിറ്റാമിൻ ഡി എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ധർമ്മം, വിറ്റാമിൻ ഡിയുടെ ധർമ്മം എന്ന് പറയുന്നത് എല്ല്, പല്ല്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഉറപ്പുള്ള കാഠിന്യമേറെ രണ്ട് ഭാഗങ്ങളാണ് ഏത്? എല്ലും പല്ലും. ഈ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, ഈ എല്ലിനും പല്ലിനും ആവശ്യമായിട്ടുള്ള മറ്റു രണ്ട് ഘടകങ്ങളാണ് ഏത്? കാൽസ്യം, ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ഈ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനും എല്ലിനും പല്ലിനും ആവശ്യമായ മറ്റു രണ്ട് ഘടകങ്ങളായ കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫറസ്, ഈ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിനും സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ആണ് ഇത്, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. ഇനി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത മൂലം, കുറവ് മൂലം ഈ എല്ല്, നമ്മുടെ അസ്ഥി ദുർബലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. കണ. ഓക്കെ, മലയാളത്തിൽ കണ എന്നും ഇംഗ്ലീഷിൽ റിക്കറ്റ്സ് എന്നും പറയും. ചിലപ്പോ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതി തരാനും സാധ്യതയുണ്ട്. റിക്കറ്റ്സ്. ഇപ്പൊ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഏത് പോഷക ഘടകത്തിന്റെ അപര്യാപ്ത രോഗമാണ് എന്ന് ചോദിച്ചാൽ ഏതിന്റെയാണ്? റിക്കറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. എന്നാൽ നമ്മളോട് ചോദിക്കാൻ സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ ഏത് മൂലമാണ്? സിറോഫ്താൽമിയ വിറ്റാമിൻ എ. നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് ഏത്? സിറോഫ്താൽമിയ. അതേപോലെ തന്നെ നിശാന്തത എന്ന് പറയുന്നത്. അതിനു മുമ്പ് പറഞ്ഞ ഒരു പോഷകഘടകത്തിന്റെ അപര്യാപ്ത രോഗമായിരുന്നു ഏത്? കോശിയോർക്കറും മരാസ്മസും. അത് ഏതിൻ്റെതായിരുന്നു? കോശിയോർക്കർ, മരാസ്മസ് ഏത് പോഷകഘടകത്തിന്റെ അപര്യാപ്ത മൂലം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ. ഓക്കെ, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീന്റെ അപര്യാപ്ത രോഗമാണ് ഏത്? കോശിയോർക്കറും മരാസ്മസും. ഓക്കെ, തിരിച്ചു വരാം. അപ്പൊ നമ്മൾ വിറ്റാമിൻ ഡിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം? വിറ്റാമിൻ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്? കാൽസിഫെറോൾ സൂര്യപ്രകാശത്തിലൂടെ സ്വയം നിർമ്മിക്കുന്നു, എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും സഹായിക്കുന്നു. അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമം എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ചോദിച്ചാൽ എന്താണ്? ടോക്കോഫെറോൾ ആണ് ഏത്? വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിറ്റാമിൻ ഇയുടെ അല്ലെങ്കിൽ ടോക്കോഫെറോളിന്റെ ധർമ്മം എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന, ഓക്കെ, നാഡികളുടെയും അതേപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിനും സഹായിക്കുന്ന പോഷക ഘടകം അല്ലെങ്കിൽ വൈറ്റമിൻ ആണ് ഇത്, വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അതായത് നമ്മുടെ സൗന്ദര്യവർദ്ധക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ ഈ പുതിയ തലമുറയിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ്സ് എന്ത് ചെയ്യാൻ വാങ്ങാൻ കിട്ടും, ക്യാപ്സൂൾ ആയിട്ട് കിട്ടും. അത് ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള വൈറ്റമിൻ ഇ എടുത്തിട്ട് മുഖത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? തേക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ എന്ത് ചെയ്യാ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിശേഷിപ്പിക്കുന്നത്? ബ്യൂട്ടി. ആ പേരിൽ തന്നെ ഉണ്ട്, ബ്യൂട്ടി ഇ.
ഓക്കെ, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നീട്ടുമ്പോൾ എന്തുണ്ട്, ഇ ഉണ്ട്. അപ്പൊ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വിറ്റാമിൻ ഇ ആണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഇത് പഠിച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ. സൗന്ദര്യവർദ്ധകം എന്ന് പറയാണ്ട് അതൊരു ധർമ്മമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, പഠിച്ചു വെക്കേണ്ട. യഥാർത്ഥത്തിൽ വിറ്റാമിൻ ഇയുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ചുവന്ന രക്താണുക്കളുടെ ആരോഗ്യത്തിനും നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിനും സഹായിക്കുക എന്നുള്ളതാണ് വിറ്റാമിൻ ഇയുടെ ധർമ്മം എന്ന് പറയുന്നത്. രാസനാമം, വിറ്റാമിൻ ഇയുടെ രാസനാമം ചോദിച്ചാൽ എന്താണ്? ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്നാണ് എന്ത്, വിറ്റാമിൻ ഇയുടെ രാസനാമം. ഓക്കെ, ഇനി പ്രത്യുൽപാദന വ്യവസ്ഥയുടെ നാടിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ, ഘടകമായതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും ആരാവശ്യമാണ്? വിറ്റാമിൻ ഇ ആവശ്യമാണ്. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാഡിയുമായി ബന്ധപ്പെട്ട്, നേരത്തെ പറഞ്ഞല്ലോ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ആര്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അപ്പോ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും ആവശ്യമുണ്ട്? വിറ്റാമിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി വിറ്റാമിൻ ഇയുടെ അപര്യാപ്ത മൂലം, കുറവ് മൂലം എന്തിന് കാരണമാകും? വന്ധ്യതക്ക് കാരണമാകും. അതായത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ തകർച്ചക്കും അതിലെ അപര്യാപ്തം കാരണമാകും. സോറി, വന്ധ്യതക്ക് എന്ത് ചെയ്യും? വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത കാരണമാകും. വന്ധ്യതക്ക് വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മാത്രമല്ല, പല ഘടകങ്ങൾ കൊണ്ടും പ്രത്യുൽപാദന വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രശ്നങ്ങളും വന്ധ്യതകളും ഒക്കെ കാരണമാകുന്നുണ്ട്. അതിൽ ഒരു കാരണമായിട്ട് നമുക്കത് പറയാം, വിറ്റാമിൻ ഇയുടെ അപര്യാപ്തം മൂലം എന്തുണ്ടാകും? വന്ധ്യതക്ക് കാരണമാകും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക? വിറ്റാമിൻ ഇയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കുക. എന്താണ് വിറ്റാമിൻ ഇയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ആണ് രാസനാമം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? വന്ധ്യത. വന്ധ്യതക്ക് കാരണമാകുന്ന വന്ധ്യത വിറ്റാമിൻ ഇയുടെ അപര്യാപ്തം മൂലം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാ? മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ വിറ്റാമിൻ എ പറഞ്ഞു, ഡി പറഞ്ഞു, ഇ പറഞ്ഞു. എ എന്ന് പറയുന്നത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഒരു വിറ്റാമിൻ, കൊഴുപ്പ് ലയിക്കുന്ന മറ്റൊരു വിറ്റാമിനും കൂടി ഉണ്ട്. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ, വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഇനി നമുക്ക് എന്തുകൂടി പറയാനുണ്ട്? വൈറ്റമിൻ കെയെ കുറിച്ചും കൂടി എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. ഒരുവിധ മത്സര പരീക്ഷകൾക്കൊക്കെ, അത് കേട്ടച്ച്, PSC അങ്ങനെ മറ്റു പരീക്ഷകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത്, വിറ്റാമിൻ കെയുടെ ധർമ്മം എന്ന് പറയുന്നത്. കേട്ടച്ച് പരീക്ഷകൾക്ക് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. കെ, കട്ട, അങ്ങനെ തന്നെ കണക്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, കാരണം പണ്ട് മുതലേ കേൾക്കുന്നതായിരിക്കും. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. കെ മീൻസ് കട്ട. ഓക്കെ, അപ്പൊ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ രാസനാമം ചോദിച്ചാൽ എന്താണ്? ഫില്ലോക്കിനോൾ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്കിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്കിനോൾ. ഫില്ലോക്കിനോൾ ആണ് ഇത് വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത്, വിറ്റാമിൻ കെ എന്ന് പറയുന്നത്. തണുപ്പിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് ഏത്? വിറ്റാമിൻ കെ. അത്ര പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നല്ല കേട്ടോ. ഓക്കെ, വിറ്റാമിൻ കെ എന്ന് പറയുന്നത് തണുപ്പിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തണുപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ
നമ്മൾ ചൂടാക്കുമ്പോൾ തിളപ്പിക്കുമ്പോഴൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അത് നമുക്ക് വരുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ തണുപ്പിക്കുന്ന കേസ് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ഈ വിറ്റാമിനുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട്. ഈ തണുപ്പിക്കുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യും, വിറ്റാമിൻ കെ നഷ്ടപ്പെടാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാഹചര്യമുണ്ട്. നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കുമ്പോൾ സാധാരണ പച്ചക്കറികളിലൊക്കെയാണ് കാബേജ്, ചീര, കോളിഫ്ലവർ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്, വൈറ്റമിൻ കെ കാണപ്പെടുന്നത്. അപ്പൊ ഇത് നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ തണുപ്പിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, വിറ്റാമിൻ കെ നഷ്ടപ്പെടാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ വിറ്റാമിൻ കെ തണുക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഇനി വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്, രോഗം എന്ന് പറയാൻ പറ്റില്ല, ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൂടെ അമിതമായിട്ടുള്ള, അതായത് കൂടുതലായിട്ട് രക്തം ഒഴുകാനുള്ള ഒരു സാധ്യത ഇതിനുണ്ട്, വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതായത് വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം മുറിവുണ്ടായാൽ അതിലൂടെ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക, വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. വിറ്റാമിൻ കെ എന്ന് പറയുന്നത് രാസനാമം ഫില്ലോക്കിനോൾ. ഫില്ലോക്കിനോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിറ്റാമിൻ കൂടിയാണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. മുറിവുണ്ടായാൽ അതിലൂടെ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാൻ എന്ത് കാരണമാകും, വിറ്റാമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഏതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാം, വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, ഇത്രയുമാണ് ഇതിൽ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ പോഷകഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചത് ധാന്യകത്തെ കുറിച്ചാണ്. ഊർജം പ്രദാനം ചെയ്യുന്ന, നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്ന പോഷക ഘടകമാണ് ആര്, ധാന്യകം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ധാന്യകം എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് ഏത്, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത് ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഈ അന്നജത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്, അയഡിൻ ടെസ്റ്റ്. ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏത്, ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോഷകഘടകമാണ് ഇത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ശരീര നിർമ്മാണത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന പോഷകഘടകമാണ് ഇത് മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ. ബോഡി ബിൽഡർ എന്ന് വിശേഷിപ്പിക്കുന്ന പോഷകഘടകമാണ് ഇത് മാംസ്യം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹന രസങ്ങളൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഇത് പ്രോട്ടീൻ. ഇനി പ്രോട്ടീൻ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് ഇത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അതിനോട് കൂടെ ആരൊക്കെയുണ്ട്, നൈട്രജനും സൾഫറും. അത് ഈ നൈട്രജനും സൾഫറും കൂടി കൂട്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത്. പ്രോട്ടീന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന ആസിഡ് ആണ് ഏത്, നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിൽ 20% ഭാരത്തിന്റെ 20% എന്ത് തന്നെയാണ്, മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്, കോശിയോർക്കറും മരാസ്മസും. പിന്നെ കൊഴുപ്പ്, ഫാറ്റിനെ കുറിച്ച് പറഞ്ഞു. ഊർജം പ്രദാനം ചെയ്യുകയും ചില വൈറ്റമിനുകളെ ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ധർമ്മമാണ് ആർക്കുള്ളത്, കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിനുള്ളത്. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും ഏത് തന്നെയാണ്, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ആണ്. കൊഴുപ്പിന്റെ മറ്റൊരു രൂപമാണ് ഏത്, കൊളസ്ട്രോള്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ ഓർത്ത് വെച്ചോളൂട്ട് ചോദിക്കാറുണ്ട്. ബ്ലഡ് ഷുഗറിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/dL ആണ്. കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 200 mg/dL ആണ്. പിന്നെ നമ്മൾ ഏത് പറഞ്ഞു, വിറ്റാമിൻസിനെ കുറിച്ച് പറഞ്ഞു. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന കാർബോണിക സംയുക്തമാണ് ഏത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇതിനെ 2 രീതിയിൽ തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് കൊഴുപ്പ് ലയിക്കുന്നവ, ഏതൊക്കെയാണ്, എ, ഡി, ഇ, കെ എന്നിവയാണ് കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിൻസ് എന്ന് പറയുന്നത്. പിന്നെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആണ് ഏത്, വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും. അതിൽ എ, ഡി, ഇ, കെ കുറിച്ച് പറഞ്ഞു.
എ ഡി. വിറ്റാമിൻ എ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ എ. പ്രധാനമായിട്ടും ഇലക്കറികൾ, പാല്, ക്യാരറ്റിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? വൈറ്റമിൻ എ കാണപ്പെടുന്നത്. വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് ഏത്? സിറോഫ്താൽമിയ, നിശാന്തത ചോദിക്കാറുണ്ട് കേട്ടോ. സിറോഫ്താൽമിയ രണ്ടും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. സിറോഫ്താൽമിയയും നിശാന്തതയും വിറ്റാമിൻ എയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. പിന്നെ വിറ്റാമിൻ ഡിയെ കുറിച്ച് പറഞ്ഞു. വിറ്റാമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ ശരീരം സ്വയം നിർമ്മിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സൺഷൈൻ വിറ്റാമിൻ എന്ന് വിശേഷിപ്പിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വൈറ്റമിൻ ഡി. അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വിറ്റാമിൻ ഇയെ കുറിച്ച് പറഞ്ഞു. വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് രാസനാമം ടോക്കോഫെറോൾ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വിറ്റാമിൻ ഇ ആണ്. പിന്നെ അതേപോലെ തന്നെ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തം മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഇത് വന്ധ്യത. വന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. പിന്നെ വിറ്റാമിൻ കെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ വിറ്റാമിൻ ആണ് ഇത് കൊഴുപ്പിലേക്കുന്ന ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ വിറ്റാമിൻ കെ രാസനാമം ഫില്ലോക്കിനോൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇത് വിറ്റാമിൻ കെ. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിറ്റാമിൻ കൂടിയാണ് ഇത് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ അപര്യാപ്തം മൂലം, കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത് മുറിവുണ്ടായാൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ അതിലൂടെ എന്ത് സംഭവിക്കും? അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകാൻ ആര് കാരണമാകും? വിറ്റാമിൻ കെ കാരണമാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്? ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് ആയിട്ടുള്ള വിറ്റാമിൻ ബി യെ കുറിച്ചും സി യെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അടുത്ത മറ്റൊരു പോഷകഘടകങ്ങളാണ് ഇത് മിനറൽസ് എന്ന് പറയുന്നത്. ഈ മിനറൽസിനെ കുറിച്ചും എന്ത് ചെയ്യണം? ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസിനെ കുറിച്ചും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അഡ്മിഷൻ വൈകാതെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇന്ന് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഇതുവരെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. നാളെയും മറ്റന്നാളും കൂടി ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മളെ ക്ലാസ് വരുന്നത് കേട്ടറ്റ് പരീക്ഷ എന്നാണോ അതുവരെയുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫീസ് വരുന്നത് 1600 രൂപയാണ് ഫീസ് വരുന്നത്. ഇതുപോലെ എല്ലാ വിഷയത്തിന്റെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്, അതിന്റെ റെക്കോർഡ്, പിന്നെ PDF നോട്ട്സും കൂടി ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, ഇത്രയും കാര്യങ്ങളാണ് കോഴ്സിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫീസ് വരുന്നത് 1600 രൂപയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതും കൂടി ഇതിനോട് കൂടെ കൂട്ടിച്ചേർക്കാണ്. അതുപോലെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും സർവീസിലുള്ള പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി റെക്കമെൻഡ് ചെയ്യാനും കൂടി എന്ത് ചെയ്യണം? ഈ ഒരു അവസരത്തില് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അതും കൂടി ഇതിനോട് കൂടി കൂട്ടിച്ചേർത്ത് പറയണം. ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും ഗ്രൂപ്പിൽ അറിയിക്കാം. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം.